Good morning all of you. Once again welcome to our online class. Today we are going to discuss about the topic research design and components of research design or contents of the research design. In the previous classes we have already discussed in detailed manner about the research design, its features and need or necessity of the research design in business research. Then we are going to, in today's class, we are going to study in detailed manner what are the contents of research design, how the research design is prepared in a business research, the steps or process of the research design. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. സോ റിസർച്ച് ഡിസൈൻ ഈസ് ബേസിക്കലി എ പ്ലാൻ of action before going to study. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ, ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക്, ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ കളക്ടിങ് ദ ഡാറ്റ, ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് സീരീസ് ഓഫ് പ്ലാൻ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. It helps the researcher to save the time, cost and the resources. It is helpful the researcher to attain proper direction. It helps the researchers to collect the data, the method, the techniques, the sampling techniques, the required information from where is collected. All the requisite ideas is provided through the preparation of the research design. So, once the research problem is identified or selected, then it must be executed for solving the problem. ഒരു തരത്തിൽ നമ്മളൊരു പ്രോബ്ലത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള എക്സിക്യൂഷൻ ലെവലിലേക്ക് വരണം. For this purpose, the researcher should make a detailed or well-established research design. The research design should include the series of decisions are to be taken from the beginning or before the study. നമ്മൾ ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരുപാട് ഐഡിയകൾ ഉണ്ടായിരിക്കാം, നമ്മൾ ഒരുപാട് ഡിസിഷൻസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം, നമ്മുടെ മൈൻഡിൽ അതിനെക്കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. അത് മുൻകൂട്ടി എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് greater clarity and thought of action of the researcher. എന്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഓരോ സ്റ്റെപ്സുകളും എങ്ങനെ ആകണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ ആണ് റിസർച്ച് ഡിസൈനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നതില്ല, നമുക്കതിൻ്റെ കണ്ടൻസിലേക്ക് വരാം. കണ്ടൻസ് കുറച്ച് കൂടുതൽ കണ്ടൻസുകൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് പോയിൻറ്റ്സുകൾ ബോർഡിലുണ്ട്. നമ്പർ 1 നീഡ് ഫോർ ദി സ്റ്റഡി, നമ്പർ 2 ലിറ്ററേച്ചർ റിവ്യൂ, number 3 statement of the problem, number 4 research objectives, then formulation of hypothesis. ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. What is the need for the study? What is the purpose of the study? What is the importance of the study? What is the relevance of the study? Should be specifically defined in the research design. അതായത് ആദ്യത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ഫോർ ദി സ്റ്റഡിയാണ്. നമ്മൾ എന്തിനാ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്? ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്? എന്ത് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്? എന്താണ് ഈ സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇത് ആദ്യമേ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. കാരണം നമ്മൾ പഠിച്ചതാണ് ബിസിനസ് റിസർച്ച് ഈസ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്. നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു ഫൈൻഡിങ്സിന് ഇഫക്റ്റ് ഉണ്ട്, അത് റിലയബിൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കണം. അതുകൊണ്ട് റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്
നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് മുൻകൂട്ടി അയാൾ പ്ലാൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. മാർക്കറ്റർ അയാൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, പുതിയൊരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. നമ്മുടെ പ്രൊഡക്റ്റിന് ഈ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കുമോ, അവർക്ക് ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ, ഉള്ള പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് എത്രയാണ്, നമുക്കതിനെ മുന്നേ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ അനലൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റഡിയിൽ നമ്മൾ ആദ്യം എഴുതേണ്ട ഒരു ടോപ്പിക്കാണ് നീഡ് ഫോർ ദ സ്റ്റഡി. നമ്മൾ എന്തിനു വേണ്ടി ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഏത് ടൈപ്പുള്ളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏതാണ് പെർസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ്, ഏത് മാർക്കറ്റിലേക്കാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ഏത് ടൈപ്പുള്ള നീഡും വാൺസും സാറ്റിസ്ഫൈ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആകും. അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൻസറുകളൊക്കെ കിട്ടുമോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതും അതിൻ്റെ പർപ്പസും ഇമ്പോർട്ടൻസും എവിടെ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ നീഡ് ഫോർ ദി സ്റ്റഡി. നമ്പർ 2 പറയുന്നത് റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? റിസർച്ച്, ബിസിനസ് റിസർച്ചിൻ്റെ സ്റ്റേജസ് പഠിച്ചപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ പറഞ്ഞതാണ്. നമ്പർ 1 ചോയ്സ് ഓഫ് റിസർച്ച് ഏരിയ, നമ്പർ 2 റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് ദ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ദി റിസർച്ച്, ഓൾ റിസർച്ച് ആക്ടിവിറ്റി. നമ്മൾ എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ. എന്താ റിവ്യൂ ഓഫ് ദി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി റെലവൻറ്റ് മെറ്റീരിയൽസ് കണക്റ്റഡ് വിത്ത് ദി സെലക്റ്റഡ് പ്രോബ്ലം ആർ ടു ബി റിവ്യൂഡ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്തത്, നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു. എന്താ ടോപ്പിക്ക് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, വൺ പ്രൊഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് ഇൻ എ മാർക്കറ്റ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്, ഹിമാലയയുടെ ഏതൊരു ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോസ്മെറ്റിക് ആയിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പല ഇൻഫർമേഷൻസുകളും പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആവും. ആ ലിറ്ററേച്ചേഴ്സുകൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സുകൾ സ്റ്റഡി ചെയ്തതിനേക്കാൾ മുമ്പ് റിസർച്ചർ റിവ്യൂ ചെയ്യണം. എന്തിനാ റിവ്യൂ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചറുമായിട്ട് നമ്മുടെ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കിന് എത്രമാത്രം റിലേഷൻ ഉണ്ട് എന്നറിയാനാണ്. അതായത് ഹിമാലയയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും മറ്റേതെങ്കിലും കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഇതുപോലെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്, അവർക്കുള്ള റിസൾട്ടുകളൊക്കെ എങ്ങനെയാണ്, അതിനെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസൈറ്റാണ്. ആ ഇൻഫർമേഷനെ കുറിച്ചുള്ളൊരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. എന്ത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും, ഇൻഡെപ്ത് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാനായിട്ട് കഴിയും. അതുകൊണ്ട് ആഫ്റ്റർ ദ റിവ്യൂവിങ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ദ റിസർച്ചർ വിൽ ഗെറ്റ് എ ഇൻസൈറ്റ് ഇൻ ടു ദി പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലത്തിന് നമുക്ക് കൂടുതൽ അന്വേഷിച്ചു അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ആവണം എന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ ഓഫ് literature ചെയ്തിരിക്കണം. So the review of literature will enable the researcher to formulate the correct plan for the future investigation. നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ പല തോട്ടുകളും പുതിയ ഐഡിയകളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷന് നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഈ പറയുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊണ്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കിട്ടുക? നമുക്ക് മുൻപേ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റഡി ചെയ്തിട്ടുള്ള പല ആർട്ടിക്കിൾസുകളോ അല്ലെങ്കിൽ മാഗസിൻസുകളോ അല്ലെങ്കിൽ അവരുടെ
അവരുടെ റിസർച്ച് ഫൈൻഡിങ്സുകളോ ഇതൊക്കെ നമ്മൾ എഴുതി വെച്ച രേഖകളൊക്കെ ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെ കോട്ടിങ്സുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്സുകളിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില റിസർച്ചിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാനുള്ള ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ അയാൾക്ക് അവൈലബിൾ ആവുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ടായിരിക്കണം റിസർച്ച് സ്റ്റഡി പ്രൊസീഡ് ചെയ്യേണ്ടത്. അയാളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ പറയുന്ന റെലവൻറ്റ് മെറ്റീരിയൽസുകൾ അയാൾ അനലൈസ് ചെയ്ത് റിവ്യൂ ചെയ്തിരിക്കണം. നമ്പർ 3, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. നമ്പർ 3 പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്ന ടോപ്പിക്കും നമ്മൾ റിസർച്ച് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റേജിൽ പഠിച്ചതാണ് അല്ലേ. 3rd പോയിൻ്റ് ആയിരുന്നു ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പ്രോബ്ലം ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം. അന്നും പറഞ്ഞിരുന്നതാണ് ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം, ദാറ്റ് ഈസ് നമ്പർ 1 സ്റ്റെപ്പ് ഓഫ് ദി റിസർച്ച് ആക്ടിവിറ്റി. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത്, എന്താണോ ആ സ്റ്റഡിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആദ്യമേ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയണം. നമുക്കതിൻ്റെ ഏതൊക്കെ ഏരിയാസുകളാണ് സ്റ്റഡി ചെയ്യുന്നത്, ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ആ പ്രോബ്ലത്തിലേക്ക് എത്താനുള്ള വഴികൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയണം. അതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ഡെഫിനിഷൻ ഗിവ്സ് ദ റിസർച്ചർ ടു ദി പ്രോപ്പർ ഡയറക്ഷൻ ഓഫ് ദി റിസർച്ച് ആക്ടിവിറ്റി. നമുക്ക് നന്നായ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് എത്താനായിട്ട് കഴിയും. അതായത് പ്രോബ്ലം ഫോർമുലേഷൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എപ്പോഴും റിസർച്ചറുടെ മൈൻഡിൽ നിന്നാണ് വരേണ്ടത്. നമ്മൾ എന്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, എന്താണ് ആ പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യേണ്ടത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുക. അങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യാൻ, കൃത്യമായിട്ട് പ്രിസൈസ് മാനറിൽ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിസർച്ചിൻ്റെ വർക്ക് പകുതി കഴിഞ്ഞു എന്ന് പറയാം. ഒരു റിസൾട്ട്, ഒരു ഫൈൻഡിങ്സിലെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർമുലേഷൻ ഓഫ് ദി റിസർച്ച് പ്രോബ്ലം ഈസ് ദ ബേസിക് ആൻഡ് most important step in research because it is a systematic effort to gain new knowledge. നേരത്തെ പറഞ്ഞല്ലോ, എന്തിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, ആ ഒരു പുതിയൊരു അറിവിലേക്ക് എത്താനായിട്ട് റിസർച്ചറെ സഹായിക്കുന്നതാണ് റിസർച്ചിനെ കുറിച്ചുള്ളൊരു പ്രോബ്ലം ഡെഫിനിഷൻ, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകളും ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ എവിടുന്നാണ് നമുക്ക് ഈ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐഡിയ കിട്ടും. ഏതൊക്കെ ഏരിയാസുകളിലാണ് നമ്മൾ പ്രോബ്ലംസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? റിസർച്ച് ഏരിയ, ബിസിനസ് റിസർച്ചിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഏരിയ ഒരു പ്രോബ്ലം ഏരിയ ആണ്. ദെൻ ഫിനാൻസിങ്, HRM, പ്രൊഡക്ഷൻ, ഇതെല്ലാം ബിസിനസ്സിൽ പ്രോബ്ലംസുകൾ അറൈസ് ചെയ്യാനുള്ള ഏരിയകളാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ പ്രോബ്ലം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ബിസിനസ് ഫേമിലാണെങ്കിൽ മാനേജേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കറിയാം എവിടൊക്കെയാണ് ഇൻഎഫിഷ്യൻസി ഉള്ളത്, പ്രോബ്ലംസുകളുള്ളത്, എവിടൊക്കെയാണ് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സുകൾ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ അവർക്ക് മനസ്സിലായിട്ടുള്ള പ്രോബ്ലംസുകൾ റിസർച്ചർക്ക് എന്ത് ചെയ്യാം? റിസർച്ച് അങ്ങനെ ഒരു ഔട്ട്സോഴ്സിങ് പേഴ്സണെ വെച്ചുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ആ പ്രോബ്ലത്തിന് ഈ റിസർച്ചർ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. പ്രോബ്ലം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാൻ, എന്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് കഴിയുക. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഐഡിയ ഡിഫൈൻ ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകണം എന്നുള്ളതാണ് 3rd സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് റിസർച്ചിൽ മാനേജേഴ്സ് പറയാം, ഡേ ടു ഡേ നമുക്കുണ്ടാകാവുന്ന
എക്സ്പീരിയൻസിൽ നിന്ന് വരാവുന്ന പ്രോബ്ലംസുകളുണ്ട്. ചില കേസുകളിൽ കോൺവെർസേഷനിലൂടെ വരുന്നതുണ്ട്. റിസർച്ച് ഫൈൻഡിങ്സിൽ നിന്നൊക്കെ നമുക്ക് ചില പ്രോബ്ലംസുകളൊക്കെ മനസ്സിലാകാനായിട്ട് കഴിയും. ഇൻഡിവിജ്വലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചിൻ്റെ ഈ പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിന്, ഒരു റിസർച്ച് ചെയ്യാനുള്ള ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് കിട്ടും എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. ഒരു 2-3 ജ്വല്ലറികളുടെ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ഈ പറയുന്ന ജ്വല്ലറികളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ, കസ്റ്റമേഴ്സ് അട്രാക്റ്റീവ് ആണോ, അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, പെർസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യും പറയും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ്സിനെ ടു ഐഡൻറ്റിഫൈ ദ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് ജ്വല്ലറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെയാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലാണ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസുകളെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓർ ദി പർപ്പസ് ഓഫ് ദി പ്രോബ്ലം. നമുക്ക് എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഫേമിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ആ ഡിമാൻഡും പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ സെയിൽസും ഫേമിന് പ്രസൻറ്റ് സിറ്റുവേഷനിൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്രസൻ്റ്ലി ഇപ്പോൾ കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് അഡ്വർടൈസ്മെൻറ്റ്. ആ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് അഡ്വർടൈസ്മെൻറ്റ് സക്സസ് ആണോ, ഇനി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ മാർക്കറ്റിൽ, ഇതൊക്കെ അറിയാനാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ പർപ്പസിനെ അറ്റൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോബ്ലം ഫോർമുലേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. അതാണ് നമ്മൾ ഇവിടെ 3rd സ്റ്റേജ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ 3 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. നെക്സ്റ്റ് പറയുന്നത് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എന്താ? റിസർച്ച് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുമ്പോഴാണ്, ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളൊരു സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ടു അറ്റെയിൻ ഓർ ടു കറക്റ്റ് ഇൻഫർമേഷൻ. വെറുതെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് റിസർച്ച് എന്ന് പറയില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ കറക്റ്റായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഡാറ്റകൾ വെച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിന് റിസർച്ച് എന്ന് പറയുമ്പോൾ ആ റിസർച്ചിനും എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ എന്ത് ചെയ്യണം? ഇവിടെ സ്പെസിഫൈ ചെയ്യണം, കൃത്യമായിട്ട് അതിനെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ റിസർച്ച് ഡിസൈനിൽ നമ്മൾ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് എന്താണോ സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് 1 by 1 ആയിട്ട് റിസർച്ചർ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇതാണ് റിസർച്ച് ഡിസൈനിലെ 4th കണ്ടൻറ്റ് പറയുന്നത്, റിസർച്ച് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ റിസർച്ച് ഒബ്ജക്റ്റീവ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം, ഏതൊക്കെ ഏരിയാസുകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എംപ്ലോയീസ് എഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം റൈസ് ചെയ്തു, അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഹൗ ടു ഇൻക്രീസ് ദ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ഓർ എഫിഷ്യൻസി. എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുക? അപ്പോൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്? ടു ഐഡൻറ്റിഫൈ. നമ്മൾ ആദ്യം ഇതിൻ്റെ എന്തുകൊണ്ടാണ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? സ്റ്റഡി ചെയ്യണം. ടു ഐഡൻറ്റിഫൈ ഓർ ടു അനലൈസ് ഓർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ അഫക്റ്റിംഗ് ദ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. അത് മാത്രമല്ല നമുക്കത് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത്
ഫാക്ടറാണ് ഈ ഫേമിലെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസിയെ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം. ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഫോർ ഡിക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദി എഫിഷ്യൻസി ഓഫ് ദി എംപ്ലോയി. ഇനി നമ്മൾ പറയാണ് ഈ ഒബ്ജക്റ്റൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം ഒരു സൊല്യൂഷൻ ആയില്ല. നമുക്ക് കാര്യങ്ങളും കാരണങ്ങളും മാത്രമേ ഇപ്പോൾ മനസ്സിലായുള്ളൂ. നമുക്കതിനെ ശരിക്കും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസുകളും പറയാനായിട്ട് കഴിയണം. അപ്പോൾ അവിടെയും സൊല്യൂഷൻസുകൾ അല്ലെങ്കിൽ ആ സജഷൻസുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു റിസൾട്ട് ഫൈൻഡിങ്സിലേക്ക് അറ്റൈൻ ചെയ്യാനാണ് റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ റിസർച്ച് ഡിസൈൻ്റെ മറ്റൊരു കണ്ടൻ്റാണ് നമ്മൾ പറഞ്ഞ റിസർച്ച് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ റിസർച്ച് സ്റ്റെപ്സിൽ ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പഠിച്ചതാണ്. 4th സ്റ്റെപ്പായിരുന്നു ഡെവലപ്പിംഗ് ദി ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് അവിടെ? അതായത് ഹൈപ്പോത്തിസിസ് എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ പ്രോബ്ലംസുകളും അറൈസ് ചെയ്യുമ്പോഴാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിങ് ദി പ്രോബ്ലം. വെൻ ദി ബിഫോർ solving the problem, the researcher proposes a tentative solution, a tentative explanation or guessing or explanation or estimation or prediction to solve the problem. That tentative idea is called hypothesis. അതായത് നമുക്കൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമ്മൾ റിസർച്ചർ തന്നെ ആദ്യമായിട്ട് ഒരു ടെൻറ്റേറ്റീവായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോബ്ലം അറൈസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഇത് കൊണ്ടായിരിക്കാം അത് ഉണ്ടായത്, അതിനുള്ളൊരു സൊല്യൂഷൻ ഇങ്ങനെ ആവാം എന്ന് പറയുന്ന ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു എസ്റ്റിമേഷൻ പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും. ആ പ്രഡിക്ഷൻ എന്തൊക്കെയാണ് ഇയാളുടെ മുന്നിൽ ഫേസ് ചെയ്തത്, എങ്ങനെ ഈ ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുക? ഒന്നുകിൽ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്നൊക്കെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഈ ഹൈപ്പോത്തിസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഓവർലുക്കിംഗ് ആണ് അത്. ഈ ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസ് ഒരിക്കലും നമ്മുടെ റിസർച്ചിന് സൊല്യൂഷൻ അല്ല, റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ടെസ്റ്റിംഗ് ചെയ്യണം, ഹൈപ്പോത്തിസുകളെ ടെസ്റ്റിംഗ് ചെയ്യണം. അതിനാണ് നമ്മൾ പഠിച്ചത് വെരിഫയബിലിറ്റി ഓഫ് ദി ഹൈപ്പോത്തിസ്. അതായത് നമ്മൾ കറക്റ്റ് ഉദ്ദേശിച്ചതായിട്ടുള്ള ഹൈപ്പോത്തിസും നമ്മൾ കളക്ട് ചെയ്തതായിട്ടുള്ള ഡാറ്റകളും നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ ഹൈപ്പോത്തിസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിനെ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. പക്ഷേ നമ്മളത് ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താനായിട്ട് പറ്റും. എന്തൊക്കെ നമുക്ക് നെസസറി ആയിട്ടുള്ള ഡാറ്റകളാണ് അനലൈസ് ചെയ്യേണ്ടത്, ഏതാണ് റിയൽ കോസ്, റിയൽ സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന മെത്തേഡ് എന്താണ് എന്നൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തിസ്. അതുകൊണ്ട് നമ്മൾ ഹൈപ്പോത്തിസിൻ്റെ യൂസസ് പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കുറേ പോയിൻറ്റ്സുകളാണ് ഞാനിവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രോപ്പർ ഡയറക്ഷനിലെത്താം, ഒരു ക്ലിയർ പ്രിസൈസ് ഐഡിയ ആണ് റിസൾട്ട് ഫൈൻഡിങ്സിനെ കുറിച്ച് റിസർച്ചർക്ക് മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ അത് എസ്റ്റിമേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അയാൾ എന്ത് ചെയ്യണം? വെരിഫയബിലിറ്റി നടത്തണം, ട്രൂത്ത് ആണോ എന്നുള്ളത് നോക്കണം, ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ആ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് റിസർച്ചർ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് നടത്തിക്കൊണ്ടാണ് ആ ഹൈപ്പോത്തിസ് കറക്റ്റാണ് അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്ന ഒരു കാരണത്തിന് റിസർച്ചർ കണ്ടെത്തിയിട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിൻ്റെ ലാക്ക് ഓഫ് ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷനാണ്. അയാൾ ടെൻറ്റേറ്റീവായിട്ട് മനസ്സിലാക്കിയതാണ്. പക്ഷേ നമ്മൾ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ആരുടെ കയ്യിൽ നിന്ന്? എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നുകിൽ ഡീമോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ട്രെയിനിങ് ആവാം, അതർ ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവാം, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ മറ്റു പലതും ഉണ്ടാവാം. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ്
പോസിറ്റീവായുള്ളൊരു പ്രഡിക്ഷൻ, ഒരു അസ്യൂം ചെയ്യണം, റിസർച്ചർ അസ്യൂം ചെയ്യണം. അപ്പോൾ ആ റിസർച്ചർ അങ്ങനെയുള്ളൊരു അസംഷൻസുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് റിസർച്ചിനെ പ്രൊസീഡിങ് ചെയ്യണം എന്നുള്ളതാണ്. അയാളുടെ സ്റ്റഡിയെ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസുകൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് റിസർച്ച് ഡിസൈൻ്റെ മറ്റൊരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് അതാണ് ഫോർമുലേഷൻ ഓഫ് ദി ഹൈപ്പോത്തിസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷണൽ ഡെഫിനിഷനാണ്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഇപ്പോൾ 5 പോയിന്റ് പറഞ്ഞു. നീഡ് ഫോർ ദി സ്റ്റഡി, ലിറ്ററേച്ചർ റിവ്യൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, റിസർച്ച് ഒബ്ജക്റ്റീവ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. Next, content of research design is the operational definition. 6th point, operational definition. 7th, scope of the study, sources of data, method of collection, then tools and techniques of collecting the data. ഇത്രയും പോയിൻറ്റ്സുകളാണ് നമ്മൾ ഈ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, കണ്ടൻസുകൾ കുറച്ചും കൂടെ ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് പറയും. ഫസ്റ്റ് 6th വൺ, ഓപ്പറേഷണൽ ഡെഫിനിഷൻ. എന്താണ് ഈ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ സ്റ്റഡി ഈസ് യൂസിങ് അൺകോമൺ കൺസെപ്റ്റ് ഓർ അൺഫെമിലിയർ ടൂൾസ് ഓർ കൺസെപ്റ്റ് ഓർ ഈവൻ ഫെമിലിയർ ടൂൾസ് ഓർ കൺസെപ്റ്റ് ഇൻ എ സ്പെസിഫിക് കൺസെപ്റ്റ്, ഇറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ് ആൻഡ് ഡിഫൈൻഡ്. നമുക്ക് ഈ റിസർച്ച് സ്റ്റഡീസുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചില കേസുകളൊക്കെ, ചില കൺസെപ്റ്റുകളൊക്കെ, ചില ടേംസുകളൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവില്ല. ഇതെങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ അനാലിസിസൊക്കെ ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സിലേക്കൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റുകളൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല. ആ മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കണം. മനസ്സിലാകുന്ന ആ ഒരു മെഷർമെൻറ്റ് കൺസെപ്റ്റുകളെ മെഷർ ചെയ്ത് എങ്ങനെയാണ് മെഷർ ചെയ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകളെ ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു അണ്ടർസ്റ്റാൻഡിങ് മാനറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കാണിക്കണം. ആ ഒരു ടോപ്പിക്കിനെ പറയുന്ന പേരാണ് operational definition. Operational definition, the purpose of operational definition is to provide an understanding and measurement of the concept. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ S5 ഫിനാൻസ് കോർപ്പറേഷൻ ആൻഡ് ഫിനാൻസ് ക്ലാസ്സിൽ കുട്ടികളുടെ ഒരു പെർഫോമൻസ്, അക്കാഡമിക് പെർഫോമൻസിനെ അനലൈസ് ചെയ്യാണ്. അപ്പോൾ മൈ സ്റ്റഡി ഈസ് ടു അനലൈസ് ദി അക്കാഡമിക് പെർഫോമൻസ് ഓഫ് S5 ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ സ്റ്റുഡൻസ്. ഞാൻ ഇവരുടെ അക്കാഡമിക് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത് മാർക്സിൻ്റെ ബേസിലാണ്, അതായത് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ബേസിലാണ്. അപ്പോൾ ഞാൻ അനാലിസ് ചെയ്തതിന് ശേഷം ടോട്ടൽ സ്റ്റുഡൻസിൽ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത്ര, ഗുഡ് ഇത്രയാണ്, ദെൻ വെരി ഗുഡ് ഇത്രയാണ്, ദെൻ എക്സലൻ്റ് ഇത്രയാണ്. ഇതൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് ഒരു ഫൈൻഡിങ്സിലേക്ക് വന്നു. ബിലോ ആവറേജുള്ള സ്റ്റുഡൻസ് നില്ലാണ്, ഓൾമോസ്റ്റ് ആവറേജ് ആണ്, വളരെ കുറച്ച് മാത്രമേ എക്സലൻ്റ് ഉള്ളൂ എന്ന് പറയുന്നൊരു ഫൈൻഡിങ്സിലേക്കൊക്കെ വന്നു. പക്ഷെ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിസർച്ച് അല്ല, ഒരു സ്റ്റഡിയുടെ ഒരു അനാലിസിൻ്റെ ഫൈൻഡിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർക്ക് കിട്ടിയ ആളുകളാണ് അറിയില്ല. ആ ആവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് മെഷർ ചെയ്തിട്ടുള്ളത്, ആ മെഷർ ചെയ്തിട്ടുള്ള ഐഡിയ എന്ത് ടൂളാണോ എന്ത് ടെക്നിക്കാണോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. ചിലപ്പോൾ നമുക്ക് ഈവൻ മീൻ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ ബൈ നമ്പറാണ് അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എനിക്കതറിയാം, മറ്റ് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന എന്തൊക്കെ അൺഫെമിലിയർ ടേംസുകളുണ്ടെങ്കിൽ അതിനെ ഫെമിലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ് കൺസെപ്റ്റിലേക്ക് എഴുതണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കുട്ടികളെ എങ്ങനെയാണ് ആവറേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്, അപ്പോൾ ഞാൻ പറയുകയാണ് 30 to 40 മാർക്സ് ആവറേജ്, 40 to 50 മാർക്സ് ഗുഡാണ്, ദെൻ 50 to 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡാണ്, 75 to 100 മാർക്സ് എക്സലൻ്റ് ആണ്. അപ്പം ഞാൻ ഈ മാർക്സിനെ എങ്ങനെയാണ് ഒരു ഡിവിഷൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബേസിലാണ് ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലൻ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ആ ഡിവിഷൻ്റെ ബേസിലാണ് കുട്ടികളുടെ പെർഫോമൻസ് ഹൈ പെർഫോമൻസ് ആണോ ബിലോ പെർഫോമൻസ് ആണോ എന്ന് പറയുന്ന മെഷർമെൻറ്റിലേക്ക് ഞാൻ എൻ്റെ സ്റ്റഡിയെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അനാലിസിസിൽ ആ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൽ ആ കൺസെപ്റ്റുകളെ എങ്ങനെ മെഷർ ചെയ്തു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന ഒരു ടോപ്പിക്കിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. ഇത് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കത് ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയൊക്കെ എത്രയൊക്കെ ടൈമിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റഡി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു എംപ്ലോയി സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഒരു ബാങ്കിൻ്റെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന എംപ്ലോയീസിൻ്റെ മാത്രമാണ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമാണോ സ്റ്റഡി ചെയ്തത്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രമുള്ള പ്രൈവറ്റ് ബാങ്കുകളാണോ, അല്ലെങ്കിൽ കേരളത്തിൽ ടോട്ടലി ഉള്ള പ്രൈവറ്റ് ബാങ്കുകളുടെ ആ സെക്ടറിലുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രൈവറ്റ് ബാങ്കുകളുടെ പെർഫോമൻസിനെയാണോ അനലൈസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ എവിടൊക്കെ നമുക്കത് സ്റ്റഡി ചെയ്യുന്നത് വിതിൻ ദ പെർവ്യൂ ഓഫ് വാട്ട് ഈസ് ടു ബി സ്റ്റഡീഡ് ഇൻ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്, ആ ഒരു ഏരിയയെ നമുക്ക് എവിടൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് ദി ഡാറ്റ. നമ്മൾ പറഞ്ഞു റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ടൈപ്പ് ഓഫ് ഡാറ്റ കളക്റ്റഡ്, ഏത് ടൈപ്പുള്ള ഡാറ്റ ആണ് കളക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടൈപ്പ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ ഉണ്ട്, സെക്കൻഡറി ഡാറ്റകളുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ആണ്. അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യനെയർ ആണ് അല്ലേ, ഡയറക്റ്റായിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യാവുന്ന മെത്തേഡാണ്. പക്ഷേ ഒരു ഫേമിൻ്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഒരു എഫിഷ്യൻസിയൊക്കെ ഞാൻ അനലൈസ് ചെയ്യാൻ, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ ഫേമിൻ്റെ കുറേ ഡോക്യുമെൻസുകൾ, ഫയലുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, അവരുടേതായിട്ടുള്ള പബ്ലിക്കേഷൻസുകൾ, അതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ ആണോ സെക്കൻഡറി ഡാറ്റകളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഡാറ്റകളുടെ അത് നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് നോക്കിക്കൊണ്ടായിരിക്കണം പ്രൈമറിയും സെക്കൻഡറിയും സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. മെത്തേഡ് ഓഫ് കളക്ഷൻ, എങ്ങനെയാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ്. എന്തൊക്കെയായിരിക്കാം? ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒബ്സർവേഷൻ മെത്തേഡുകൾ. അപ്പോൾ അതതിൻ്റെ ടൂൾസും ടെക്നിക്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കിലെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയി പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ എത്ര എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റഡിയെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എത്ര ആളുകൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ സാമ്പിളിംഗ് മെത്തേഡ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതാണ് മെത്തേഡ് ഓഫ് കളക്ഷൻ. അതായത് ടോട്ടൽ എംപ്ലോയീസിന് എടുക്കണോ, കേരളത്തിലുള്ള എല്ലാ പ്രൈവറ്റ് സെക്ടറിലും വരുന്ന ബാങ്കിലുള്ള എംപ്ലോയീസിന് എടുക്കണോ, അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റ് വൈസായിട്ടും അവിടെയുള്ള 2 ബാങ്ക് വീതം സെലക്ട് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യണോ. എല്ലാ ബാങ്കുകളെയും നമ്മൾ കേരളത്തിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ സ്റ്റഡി ടോട്ടൽ ബാങ്കുകൾ എടുക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ചില ബാങ്കുകളെ മാത്രം സെലക്ട് ചെയ്ത് ആ ടോട്ടൽ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന ചില സാമ്പിൾസുകളെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിളിംഗ് മെത്തേഡായിട്ട് മാറി. ഇപ്പം നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് നോക്കിക്കൊണ്ടായിരിക്കണം സാമ്പിളിംഗ് ആണോ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡി ആണോ യൂണിവേഴ്സ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എവിടെ പറഞ്ഞിരിക്കണം, റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിരിക്കണം. ഇപ്പം നമ്മുടെ പർപ്പസ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പോപ്പുലേഷൻ സ്റ്റഡി തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാധ്യമല്ലാത്ത കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളം മുഴുവനും ചുറ്റിക്കറങ്ങണം, അതിന് ടൈം എടുക്കും, കോസ്റ്റ് വരും, കൂടുതൽ റിസോഴ്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാമ്പിൾസുകളെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടോട്ടലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിൾസുകളാകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റെലവൻറ്റ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആകുള്ളൂ. അടുത്തത് പറയുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. ടൂൾസ് ആൻഡ് ടെക്നിക്സിലാണ് ഏത് ടൂളാണ്, ഏത് ടെക്നിക്കാണ് ഡാറ്റ കളക്ഷന് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ സാമ്പിളിംഗ് മെത്തേഡ് ആവാം അല്ലെങ്കിൽ സെൻസസ് മെത്തേഡ് ആവാം. ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ. ഇപ്പോൾ ക്വസ്റ്റിനെയർ കൊടുത്തുകൊണ്ട് നമുക്ക് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ കൊടുക്കാം, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റിനെയർ കൊടുക്കാം, ഫേമിനെ കുറിച്ചുള്ള ഒരു പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാനായിട്ട് ഫേമിൻ്റെ ഒഫീഷ്യൽസുമായിട്ടൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് ടോട്ടൽ മാർക്കറ്റിൽ നിന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ മാർക്കറ്റിൽ നിന്നും ഒബ്സർവേഷനിലൂടെയോ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് ഓഫ് സ്റ്റഡി എന്താണോ അതിൻ്റെ ബേസിൽ ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന മെത്തേഡും സെലക്ട് ചെയ്യണം, അതിന് യൂസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്സിനെയും സെലക്ട് ചെയ്യണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നതിന് വേണ്ടി, വിശ്വസ്തയോഗ്യമായിട്ടുള്ള ഡാറ്റ, നമ്മുടെ ഫൈൻഡിങ്സിനെ ഒരു തരത്തിലും എറേഴ്സുകൾ ഉണ്ടാകാത്ത അല്ലെങ്കിൽ വേരിയേഷൻസുകൾ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡും ടെക്നിക്സും മുൻപേ ആര് പ്ലാൻ ചെയ്തിരിക്കണം? റിസർച്ചർ പ്ലാൻ ചെയ്തിരിക്കണം. അതാണ് റിസർച്ച് ഡിസൈൻ്റെ സ്റ്റെപ്സുകളിൽ പറയുന്നത്. സോഴ്സസ് ഓഫ് ഡാറ്റ, മെത്തേഡ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ കളക്ടിങ് ദി ഡാറ്റ. നെക്സ്റ്റ് കണ്ടൻസ് പറയുന്നത് 11th പോയിന്റ്, സാമ്പിളിംഗ് ഡിസൈനിങ്, ദാറ്റ് ഈസ് ദ സാമ്പിളിംഗ് ടെക്നിക് ഫോർ ഡാറ്റ കളക്ഷൻ. ഡാറ്റ അനാലിസിസ്, after the collecting the data have to be analyzed, the method of data analysis, then presentation of the result of the study, then time estimate to proceed the study, then financial budget of the study, administration of the enquiry or the study. ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻറ്റ്സുകൾ. ഇപ്പോൾ 11th പോയിന്റ്, സാമ്പിളിംഗ് ഡിസൈൻ ടെക്നിക്ക്. ഇത് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ പറഞ്ഞു. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനിൽ അതായത് സാമ്പിളിംഗ് മെത്തേഡാണോ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡിയാണോ, അതായത് ഹോൾ പേഴ്സൺസിനെ എടുത്തുകൊണ്ട് സ്റ്റഡി ചെയ്യണോ അല്ലെങ്കിൽ അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ സ്റ്റഡി ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ, സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ആ ആളുകളെ സെലക്ട് ചെയ്യുക? അതായത് റാൻഡം നമുക്കിഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലാണോ ചെയ്യുക? അപ്പോൾ അത് റാൻഡം മെത്തേഡിലാണോ നോൺ റാൻഡം മെത്തേഡിലാണോ അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണോ നോൺ പ്രോബബിലിറ്റി ടെക്നിക്കാണോ? അതായത് സാമ്പിളിംഗ് ടെക്നിക്കിലെ മെയിൻ രണ്ട് സാമ്പിളിംഗ് ടെക്നിക്കാണ് പ്രോബബിലിറ്റി ഓർ റാൻഡം ടെക്നിക് ഓർ നോൺ പ്രോബബിലിറ്റി ഓർ നോൺ റാൻഡം ടെക്നിക്ക്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററുകൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനുണ്ട്. ഓരോ ടൈപ്പിനെ കുറിച്ചും അതിൻ്റെ മെറിറ്റ്സുകളും എങ്ങനെയാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്, ആ സിസ്റ്റം ഏതൊക്കെയാണെന്ന് പറയുന്ന ടോപ്പിക്ക് ഈ റിസർച്ചിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിവിടെ റിസർച്ച് ഡിസൈൻ്റെ ഒരു കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നേ ഉള്ളൂ സാമ്പിളിംഗ് ടെക്നിക്ക് ഏതാണെന്നുള്ളത്. അപ്പോൾ സാമ്പിളിംഗ് ടെക്നിക്കിൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം വൈസിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. പ്രൈവറ്റ് ബാങ്കിൻ്റെ എംപ്ലോയി പെർഫോമൻസ് അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ഒരു 4 ബാങ്കുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തു. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ 4 പ്രൈവറ്റ് ബാങ്കുകളല്ല ഉള്ളത്. ഇപ്പം ന്യൂ ജെൻ ആയിട്ടുള്ള പല പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള പല പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. അപ്പം ഞാൻ 4 എണ്ണത്തിന് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ആ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 എണ്ണത്തിന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. റാൻഡം മെത്തേഡിലായി കഴിഞ്ഞാലും നോൺ റാൻഡം മെത്തേഡിലായി കഴിഞ്ഞാലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ്, ഓർഡിനറി സാമ്പിളിംഗ് മെത്തേഡ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡ്, പർപ്പസീവ് സാമ്പിളിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന കുറേ, സ്നോബോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്ന കുറേ ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോ സ്റ്റഡിയുടെയും പർപ്പസ് വെച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ടെക്നിക്കുകളിൽ 4 ബാങ്കുകളെ ഞാൻ കളക്ട് ചെയ്തപ്പോൾ ആ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റിസർച്ച് ഡിസൈനിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ റിസർച്ചർ പ്ലാൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കണ്ടന്റ് ഓഫ് ദി സാമ്പിളിംഗ് ഡിസൈൻ ഓർ സാമ്പിളിംഗ് ടെക്നിക്സ്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. നമുക്കറിയാം
റിസർച്ച് ഡിസൈൻ തന്നെ ചെയ്യുന്നത് നമ്മുടെ ബിഗിനിങ് ടു എൻഡ് ഓഫ് ദി സ്റ്റഡിയിലേക്കുള്ളൊരു പ്രോപ്പർ ഡയറക്ഷനാണ്. നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു എക്സിക്യൂഷൻ ലെവലിൽ എത്തണം. അപ്പോൾ പ്രോബ്ലത്തിന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് റിസർച്ചറുടെ മെയിൻ ഡ്യൂട്ടിയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഫാക്റ്റുകളും ഫിഗേഴ്സുകളും എങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനൊരു ഫൈൻഡിങ്സിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അനാലിസിസ് ഉപയോഗിക്കും, ഇൻഫറൻഷ്യലായിട്ടുള്ള അനാലിസിസ് ഉപയോഗിക്കും. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അതും ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വരുന്നതാണ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. അതായത് ഈ പറയുന്ന സ്റ്റേജസുകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററുകളായിട്ടും അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിൻ്റെ സ്മോൾ പോർഷൻസുകളായിട്ടൊക്കെ കടന്നു പോകണം. കാരണം ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രൊഡക്ഷനിലെ ഞാൻ പറഞ്ഞതാണ്, നമുക്കൊരു ബിസിനസ് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഫെമിലിയാരിറ്റി കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഫൈനൽ ഇയറിന് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ആ ഫൈനൽ ഇയർ പ്രസൻറ്റ് ചെയ്യാനുള്ള ടോപ്പിക്കിനൊരു ബേസിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബിസിനസ് റിസർച്ച്. അപ്പോൾ ഈ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു സ്റ്റഡിയുടെ റിസൾട്ടിന് എന്തൊക്കെ ആവശ്യമാണെന്ന് പറയുന്ന എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ടോപ്പിക്ക്, റിസർച്ച് ഡിസൈനിൽ വരുന്ന ഒരു ടോപ്പിക്ക് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിക്കാം, ഇൻഫറൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കാം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസാണ് നമ്മൾ പഠിച്ചത്. മീൻ, മീഡിയൻ, മോഡ്, കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുക. നമുക്ക് ഹൈപ്പോത്തിസുകളൊക്കെ ടെസ്റ്റിംഗ് ചെയ്യുന്ന സ്റ്റഡികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പല സ്റ്റഡികൾക്ക് വേണ്ടിയും നമ്മളെന്ത് ചെയ്യണം, റിസൾട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈപ്പോത്തിസുകളെ ഡെവലപ്പ് ചെയ്യണം, അതിനെ ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ആ ഒരു ഇൻഫറൻസിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവിടെ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, ഒരു ഇൻഫറൻസിനെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡ്രോൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ടെസ്റ്റിംഗ് ചെയ്യുന്നിടത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, എനോവ എന്ന് പറയുന്ന വേരിയൻസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ ടോപ്പിക്കിൻ്റെ ബേസ് നോക്കിക്കൊണ്ട് മുൻകൂട്ടി റിസർച്ചർ ഏത് ടൈപ്പിലുള്ള അനാലിസാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണോ ഇൻഫറൻഷ്യൽ മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ദി റിസൾട്ട് ഓഫ് ദി സ്റ്റഡി. പ്രസൻറ്റേഷൻ, അതായത് നമുക്ക് ഈ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം കംപ്ലീറ്റായി ഡാറ്റ കളക്ട് ചെയ്തു, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ അനലൈസ് ചെയ്തു, ഒരു റിസൾട്ട് ഫൈൻഡിങ്സിലെത്തി. ആ റിസൾട്ടിനെ നമുക്ക് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ബിസിനസ് റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ റിസർച്ച് ആർക്കാണോ ബിസിനസ് മാനേജ്മെൻറ്റിന് അത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിസർച്ചിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ റിപ്പോർട്ടിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടായി കഴിഞ്ഞാലും 5th 6th സെമ്മിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്, എന്തൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ റിസർച്ചിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ടൈറ്റിൽ പേജ് എങ്ങനെയാണ്, ഇൻട്രഡക്ഷൻ പേജ് എങ്ങനെയാണ്, റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ച് എങ്ങനെ എഴുതണം, അതിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഓരോ ഇൻ്റർപ്രിട്ടേഷൻസുകളും എങ്ങനെ ആയിരിക്കണം, എന്താണ് അതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇനി എന്തെങ്കിലും സജഷൻസുകളോ റെക്കമെൻഡേഷൻസുകളോ റിസർച്ചർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ കാണിക്കണം, എന്തെല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഈ റിസർച്ചിലേക്ക് അയാൾ എത്തിയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ റെഫറൻസുകൾ, അതുമായി അനുബന്ധമായിട്ട് അതിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള അപ്പൻഡിക്സുകൾ, ഇതെല്ലാം
ഇതെല്ലാം ഒരു റിസർച്ച് ഫൈൻഡിങ്സിലേക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ആ റിസർച്ച് ഫൈൻഡിങ്സിലേക്കെല്ലാം റിസർച്ചിൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേ പ്രസൻറ്റേഷനെ കുറിച്ചുള്ളൊരു നോളജും എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്ന് പറയുന്ന മെത്തേഡും അയാൾ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വന്ന് ടൈം എസ്റ്റിമേറ്റ് ആണ്. ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ദി സ്റ്റഡി. അതായത് നമുക്കൊരു പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സെമ്മിൽ ഒരു ചെറിയൊരു ടോപ്പിക്കൊക്കെ ആകുമ്പോൾ ഒരു സെമ്മിലൊരു സമയം മാത്രമേ കിട്ടുള്ളൂ. ഒരു റിസർച്ച്, ഒരു ബിസിനസ് റിസർച്ച് ആയിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ വേണ്ടതുണ്ടായിരിക്കും. അതായത് നീഡ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ടായിരിക്കും. ഒരു ബേസിക് നോളജ് മാത്രം കിട്ടേണ്ടതായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ്റെ ബേസിലാണ് റിസർച്ചിന് സ്പീഡായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് ടൈം ഡ്യൂറേഷനിൽ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എങ്ങനെയായാലും ഒരു ഒബ്ജക്റ്റീവിനെ അറ്റൈൻ ചെയ്യണം. ആ ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ആകും എന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റായിട്ട് റിസർച്ചർ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ടൈമിനുള്ളിലാണ് റിസർച്ച്, ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണത് എൻഡ് ചെയ്യുന്നത്. ആ ഒരു ടൈം പീരീഡും വെൽ പ്ലാൻഡ് ആയിരിക്കണം റിസർച്ചർ. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. നമുക്കറിയാം ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലായി കഴിഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഇനെവിറ്റബിൾ ആയിട്ടുള്ളൊരു റിസോഴ്സാണ്. അപ്പോൾ ആ ഫിനാൻസ് വെച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ റിസർച്ച് എന്തായിരിക്കണം, അത് യൂസ്ഫുൾ ആയിരിക്കണം, പ്രാക്ടിക്കബിൾ ആയിരിക്കണം, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിനെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റണം. അതിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പ്രൊസീജിയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറേ ടൈം പോലെ തന്നെ അതിന് മണിയും ആവശ്യമാണ്. കുറേ ചില വ്യക്തികളെ റിസോഴ്സ് പേഴ്സൺസിനെയും വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ബഡ്ജറ്റ് ആദ്യമേ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. അത് ഈ റിസർച്ച് ഡിസൈനിൽ ഇൻക്ലൂഡിങ് ചെയ്യണം. ലാസ്റ്റ് പറയുന്ന പോയിൻ്റാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എൻക്വയറി ഓഫ് ദി സ്റ്റഡി. അതായത് നമുക്ക് ഒരു സ്റ്റഡിക്ക് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വളരെ വെൽ പ്രിപ്പയർഡായിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ റിസർച്ച് ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റീസുകൾ, ആരൊക്കെ, എങ്ങനെയൊക്കെ, എവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താനായിട്ട് കഴിയും. ആ ഒരു പ്രോപ്പർ കോർഡിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ, ഒരു എൻക്വയറി കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ കൂടെ എവിടെ കാണിക്കണം, റിസർച്ച് ഡിസൈനിൽ പറയണം. അപ്പോൾ എങ്കിലാണ് ആ റിസർച്ചിൻ്റെ ഫുൾ ഡിസൈൻ്റെ ഫുൾ കണ്ടൻറ്റ് അവസാനിക്കുന്നുള്ളൂ. ഇത്രയും പോയിൻറ്റ്സുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് റിസർച്ച് ഡിസൈൻ എന്നുള്ളതും റിസർച്ച് ഡിസൈൻ്റെ കണ്ടൻസും ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നീഡ് മുതൽ എന്തിന് റിസർച്ച് ചെയ്യുന്നു എന്നുള്ളത് മുതൽ ആ റിസർച്ച് ചെയ്ത് തീർക്കാൻ വേണ്ടി വരുന്ന കോർഡിനേഷൻ വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ദി പ്ലാനാണ് റിസർച്ച് ഡിസൈൻ. സോ റിസർച്ച് ഡിസൈൻ ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ, ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ, ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക്, ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഓർ ഇറ്റ് ഈസ് എൻ ഔട്ട്ലൈൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ to proceed the research activity and to attain the research objective of the study. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളോടുകൂടെ ഇന്നത്തെ ക്ലാസ് നിർത്താണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ പല ടൈപ്പുള്ള റിസർച്ചുകൾക്ക് എങ്ങനെയാണ് റിസർച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.